ഖബറിലുള്ളവരോട് ഒരു ആഗ്രഹം പറയാൻ പറഞ്ഞിരുന്നുവെങ്കിൽ റമദാൻ മാസത്തിൽ ഒരൊറ്റ ദിവസത്തിനായി അവർ ആഗ്രഹിച്ചേനെ. അൽ ജൗസി റഹ്മത്തുള്ളാഹിയുടെ ഈ ഒരു പ്രസ്താവന റമദാൻ മാസം എത്രയേറെ വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വരാനിരിക്കുകയാണെങ്കിൽ ആ ദിവസം വെറുതെ എത്തി പങ്കെടുത്ത് ജയിക്കാമെന്ന് നമ്മൾ വിചാരിക്കുമോ? തീർച്ചയായും ഇല്ല. നമ്മൾ അതിനായി പരിശീലിക്കും, വേണ്ട രീതിയിൽ തയ്യാറെടുക്കും. അതുപോലെ തന്നെ റമദാൻ മാസം ഏറെ അധികം അവസരങ്ങളും നേട്ടങ്ങളും നിറഞ്ഞ ഒരു കോമ്പറ്റീഷനാണ്. ആൻഡ് എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറെടുക്കണം. റമദാൻ മാസത്തിന്റെ പ്രാധാന്യത്തെ വീണ്ടും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് തഖ്വ, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി എന്നതുകൊണ്ട് മാത്രം ലഭിക്കുകയില്ല. സോ ലെറ്റ്സ് വർക്ക് ഓൺ ourselves. റമദാൻ വേണ്ടി തയ്യാറെടുക്കുക, ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, ഷാബാൻ മാസത്തിലെ ബാക്കി ദിനങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓർക്കുക, ഏതൊരു പ്രവൃത്തിയുടെയും ഫലം നമ്മുടെ നീയത്തിലാണ്. അതുകൊണ്ട് റമദാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും അതിനായി തയ്യാറെടുക്കുകയും ചെയ്യുക. അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും ഇൻഷാ അല്ലാഹ്. We must not leave Ramadan with regrets. For that, we must not enter it without preparation. Inshallah.